ഹലോ ഗായ്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, സേഫാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വെഡ്ഡിങ് കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്കിഷ്ടമുള്ള ഡ്രസ്സായിരിക്കും ഇപ്പോൾ കല്യാണങ്ങൾക്ക് നമ്മൾ ഇടുക. പണ്ട് കാലത്ത് പറഞ്ഞാൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അമ്മാവന്മാരുണ്ടെങ്കിൽ അവർ, ഉപ്പാൻ്റെ പെങ്ങന്മാരുണ്ടെങ്കിൽ അവർ, താത്താരും അളിയന്മാരുണ്ടെങ്കിൽ അവർ, അങ്ങനെ ആയിരിക്കും നമുക്ക് കല്യാണമായാലും നിക്കാഹായാലും ഒക്കെ ഡ്രസ്സ് എടുത്ത് തരിക. നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കൽ കുറവായിരിക്കും. പിന്നെ ബാക്കിയൊക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്നാവും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ 4 ലെഹങ്കയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇടൽ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാനത് ഇട്ടിട്ടേ ഇല്ല. വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം വെയിറ്റും നല്ല ഹെവി വർക്കൊക്കെ ആയ കാരണം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഒരു പരിപാടിക്കും ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് തരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് റെൻറ്റിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് പാവപ്പെട്ടവർക്കൊക്കെ ഉണ്ടാവുമല്ലോ, ക്യാഷൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ആദ്യം കാണിച്ചത് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഡ്രസ്സാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇത് താത്താമാരും അളിയന്മാരും കൂടിയിട്ട് എടപ്പാൾ സിദ്രയിൽ നിന്നാണ് എടുത്തു തന്നിട്ടുള്ളത്. അത്യാവശ്യം കോസ്റ്റ്ലി ആയ ഡ്രസ്സുകളാണ് ഈ 4 ലെഹങ്കി. ഇപ്പോഴും ഇത് മോഡലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം വർഷങ്ങൾ മുന്നുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ അങ്ങനെ ആരും യൂസ് ചെയ്യില്ല. ഇപ്പോഴും ലെഹങ്ക ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാരണം ഞാൻ രക്ഷപ്പെട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോഴും അലമാര തന്നെ ഇരുന്നേനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ മതി, അത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഒന്നും കൂടി എടുത്ത് പറയാണ്. കാരണം നമ്മളിത് അലമാരയിലെടുത്ത് വെച്ചുകൊണ്ടൊരു കാര്യമില്ല. ഇരുന്ന് പൂപ്പിൽ പിടിക്കുക, അതിൻ്റെ ട്രെൻഡ് പോകാമെന്നല്ലാണ്ട് ഒരു ഉപകാരത്തിനും വരില്ല. ആവശ്യക്കാർ ഉപയോഗിക്കുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ കാണിക്കുന്നത് നിക്കാഹിൻ്റെ അന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന ഡ്രസ്സാണ്. ഇതും അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്. കുന്നംകുളം കല്യാൺ സീസണാണ് ഈ ഒരു മോഡൽ എടുത്തിട്ടുള്ളത്. ഇപ്പോഴും അതേപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു കേടുപാടുകളും പറ്റിയിട്ടില്ല. എന്ന് ഞാൻ തട്ടിലുള്ളതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലൗസൊക്കെയാണ് ഇതിനുള്ളത്. ഇതിപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ബ്ലൗസ് തന്നെയാണല്ലോ, അങ്ങനെയും നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് യൂസ് ആക്കാം. ഇതിലേക്കെടുത്ത ഓർണമെൻറ്റ്സൊക്കെ ട്രെൻഡ് പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഡ്രസ്സുകൾ മാത്രമാണ്. ഇത് പോരാഞ്ഞിട്ട് വേറെയും കുറച്ച് ഡ്രസ്സുകൾ പാർട്ടി വെയറുകളൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ബാക്കി ഡ്രസ്സ് ഇടുള്ളൂ. ഇത് കല്യാണത്തിൻ്റെ സെക്കൻഡ് ഡ്രസ്സ് എന്നൊക്കെ പറയില്ല, അതായത് കല്യാണ സാരിക്ക് ശേഷം വിരുന്ന് വരുമ്പോൾ ഇടും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എടുത്തിട്ടുള്ള ലാച്ചയാണ്. ഇത് പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത്. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവാണോണ്ട് അറിയില്ല, നേരിട്ട് കാണാനാണ് ഈ ഡ്രസ്സുകളൊക്കെ കുറച്ചും കൂടി ഭംഗിയുള്ളത്. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ് ആക്കാം. ഡാർക്ക് കളേഴ്സാണ് കുറച്ചും കൂടി ഇരുണ്ടവർക്ക് ഭംഗി ഇല്ലാണ്ടാവുക. അതുകൊണ്ട് എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഈ ഡ്രസ്സ് എടുത്തിരിക്കുന്നത് കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ നിന്നാണ്. ഇത് അധികം റേറ്റൊന്നുമില്ല, 4000 അടുത്തുള്ളൂ. ബാക്കി 3 5000 മേലെ പോയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ അലമാരയിലും കല്യാണം കഴിഞ്ഞിട്ട് ഇടാതെ ഇരിക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കൊരു ഉപകാരവും ഇല്ലാണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വേണ്ടവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.